നമസ്കാരം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചില ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളും നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനരീതി, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ നമുക്ക് പരിശ്രമിക്കാം എന്നതിനെക്കുറിച്ചും ഉള്ള കുറച്ച് അറിവുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ബുധൻ എന്ന ഗ്രഹത്തിന് വലിയ പ്രാധാന്യമാണ്. അതുപോലെ അധ്വാനം വരുമ്പോൾ അവിടെ ശനി എന്ന ഗ്രഹത്തിന് വലിയ പ്രാധാന്യമാണ്. നമ്മുടെ ആ ഒരു വിസ്ഡം എന്നത്, ജ്ഞാനം നേടാനുള്ള ആഗ്രഹം എന്നത്, അതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന ഭാഗ്യം, നമ്മുടെ ഒരു മനസ്സമാധാനം, നമ്മുടെ ഉള്ളിലുള്ള ഒരു കണ്ടെൻമെൻറ്റ് എന്നത്, ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സമാധാനം എന്നത് അത് വ്യാഴമാണ്. കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ അത് ബുധൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്. അവരുടെ ഒരു വളർച്ചയുടെ സമയങ്ങളിൽ, അവരുടെ ബുദ്ധി വികാസത്തിൻ്റെ സമയത്ത് ഏറ്റവും അധികം ജാതകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ബുധൻ എവിടെയിരിക്കുന്നു, എങ്ങനെയാണ് ബുധൻ്റെ അവസ്ഥ, ബുധൻ്റെ മേലുള്ള പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി, അതുപോലെ ബുധൻ ഇരിക്കുന്ന രാശി, എത്രമാത്രം അധ്വാനം ആ കുട്ടി ചെയ്യും. ശനി അധ്വാനത്തെ സൂചിപ്പിക്കുന്നു. ലഗ്നത്തിലുള്ള ഗ്രഹങ്ങൾ, ലഗ്നത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ, ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സ് ചന്ദ്രനാണ്. അപ്പോൾ മനസ്സ് എങ്ങനെയാണ്? രാഹു സ്വാധീനിക്കുന്നുണ്ടോ? ത്രികോണങ്ങളിലിരിക്കുന്ന ഗ്രഹങ്ങൾ, ചന്ദ്രൻ, ലഗ്നം, സൂര്യൻ എന്നീ ഗ്രഹങ്ങളിൽ നിന്ന് ത്രികോണങ്ങളിലിരിക്കുന്ന ഗ്രഹങ്ങൾ, ദശാനാഥൻ, ആ കുഞ്ഞുനാളിൽ അവർ ജനിച്ച സമയം തൊട്ടുള്ള ആ ദശാനാഥൻ എവിടെയിരിക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചാലാണ് ഈ കുട്ടിയുടെ ഒരു പുരോഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകാലങ്ങളിലെ പാഠ്യരീതി എന്നത് അത് ടീച്ചർ സെൻറ്റേർഡാണ്. അതായത് ആദ്യകാലത്ത് ആ ഗുരുവിനായിരുന്നു പ്രാധാന്യം. പിന്നീട് അത് വിദ്യാർത്ഥിക്കായി, വിദ്യാർത്ഥിയുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനെക്കുറിച്ച്, കുറേയൊക്കെ അവർ സ്വയം ചെയ്തു നോക്കുന്നതിനെക്കുറിച്ച് ആ ഒരു രീതിയായി പിന്നീടുള്ള ഇപ്പോഴത്തെ പഠനം എന്നത് ആ ഒരു ലേണർ സെൻറ്റേർഡാണ്. അപ്പോൾ മുന്നേ ഒരു ഗുരുകുല സമ്പ്രദായം, പണ്ട് കാലങ്ങളിലെ ഗുരുകുല സമ്പ്രദായമാണെങ്കിലും അത് ടീച്ചർ സെൻറ്റേർഡ് തന്നെ ആയിരുന്നു. അപ്പോൾ നല്ല ജ്ഞാനമുള്ള അധ്യാപകന്, വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങളിൽ കമ്മിറ്റ്മെൻറ്റുള്ള ഒരു ഗുരുവിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കാനും പഠിപ്പിക്കാനും കഴിയുമായിരുന്നു. പിന്നീടത് കാലം കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടിക്കും പ്രത്യേക കഴിവുകളാണ്. എഡ്യൂക്കേഷണൽ ഫിലോസഫി പ്രകാരം ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. ഓരോ കുട്ടിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമാണ്. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് റെമേഡിയൽ ടീച്ചിങ് കൊടുക്കുമ്പോഴും ഓരോ കുട്ടിക്കും അത് വ്യത്യാസമുള്ളതാണ്. അത്തരം കുട്ടികളെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുകയും ഓരോ കുട്ടിയുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമ്പ്രദായം ഇന്ന് നിലനിൽക്കുന്നു. ഇവിടെ ഞാൻ ഈ രണ്ട് സമ്പ്രദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ, അതായത് ടീച്ചർ സെൻറ്റേർഡും ലേണർ സെൻറ്റേർഡിനെ പറ്റിയുള്ള താരതമ്യ പഠനം അല്ല ഇത്. എന്നിരുന്നാലും നമുക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ, കാരണം സ്കൂളിൽ നിന്ന് പഠിച്ച് കുട്ടി വരുന്നത് വീട്ടിലേക്കാണ്. അവിടെ അവരുടെ ആദ്യത്തെ അധ്യാപകർ ഇരിക്കുന്നുണ്ട്. അവരുടെ ആദ്യത്തെ അധ്യാപകർ എന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അമ്മയിൽ നിന്നാണ് കുട്ടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അതായത് ചന്ദ്രൻ എന്നത് മനസ്സ് മാത്രമല്ല, അമ്മ കൂടിയാണ്. ജനിച്ച നാട്, 4-ാം ഭാവത്തിൻ്റെ അധിപൻ എന്നത് തീർച്ചയായിട്ടും ചന്ദ്രനാണ്. അതുകൊണ്ട് ആദ്യം ആ കുട്ടിക്ക് കെയർ കൊടുക്കുന്ന ആ വ്യക്തി എന്നത് എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ആഹാരം കഴിക്കണം, സംസാരിക്കാൻ പഠിപ്പിക്കുന്നത്, ചില രീതികൾ, ചില ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതായത് ആഹാരം കഴിച്ചാൽ കൈ കഴുകണം, ആഹാരം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകണം, അതായത് കുറച്ച് വൃത്തിയും ശീലങ്ങളും പഠിപ്പിക്കുന്നത്, സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ കുറേയൊക്കെ ഒരു പഠനം എന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ബുധൻ നല്ലതാണെങ്കിലാണ് കുട്ടിക്കാലവും നല്ലതാവുന്നത്. നിങ്ങൾ ജാതകം പരിശോധിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആരുടെ കുട്ടിക്കാലമാണോ കഷ്ടപ്പാട് നിറഞ്ഞത്, ഏത് തരത്തിലുമാകാം. അതായത് ചിലർക്ക് സാമ്പത്തികമായിരിക്കാം, പക്ഷെ ചിലർക്ക് ഈ മാനസികമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ ഉണ്ടാകുന്ന വ്യക്തിത്വങ്ങൾ, അതുപോലെ പഠന കാര്യങ്ങളിൽ സപ്പോർട്ട് കിട്ടാത്തവർ, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം, അതുമൂലം വിഷമം വന്നിട്ട് ഉള്ള അവസ്ഥകൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ആ കുട്ടിക്കാലം ബുധൻ നല്ലതാണെങ്കിൽ ജാതകത്തിൽ തീർച്ചയായിട്ടും കുട്ടിക്കാലം ഒരു ആവറേജ് ആയിട്ടെങ്കിലും പോകും.
ഒരുവിധം നല്ലതായിട്ട് പോകും. ബുധൻ വളരെയധികം മോശമാവുമ്പോഴാണ് കുട്ടിക്കാലം ഒരുപാട് വിഷമം ഉണ്ടാകുന്നത്. ബുധൻ്റെ കൂടെ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരും. ചില കാര്യങ്ങളിൽ നല്ലതായിരിക്കും, ചില കാര്യങ്ങളിൽ വിപരീത സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് വരാം. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു വരുന്നത് ബുധന് ആ കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസം അതിൽ വലിയ പ്രാധാന്യമാണ്. ഇൻ്റലിജൻസിനെ സൂചിപ്പിക്കുന്ന, ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് ഏത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ആ കുഞ്ഞുനാൾ തൊട്ടേ ഗണപതി അഥർവശീർഷം കേൾപ്പിക്കുന്നത്, അവരത് കേൾക്കുന്നത് തന്നെ, ശ്രവണം ഒരു തരത്തിലുള്ള ഭക്തിയാണ്. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലും നവധാ ഭക്തി, 9 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ ഒരു ഗണപതി അഥർവശീർഷം കുട്ടിയെ ദിവസവും കേൾപ്പിക്കുന്നത്, കുഞ്ഞുനാൾ തൊട്ടേ, അവർ ജനിച്ച സമയം തൊട്ടേ അത് വീട്ടിൽ അങ്ങനെ പ്ലേ ചെയ്യുന്നത്, അത് വളരെയധികം ഗുണം ചെയ്യും, അവരുടെ ബുദ്ധി വികാസത്തിന് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഗണപതി ആരാധന എന്നത്, ഗണപതി ഭഗവാന്റെ ആരാധന എന്നത് വളരെ വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പരിഹാരം എന്ന രീതിയിലാണെങ്കിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഇവർ നാളികേരം സമർപ്പിക്കുന്നു, ഗണപതി ഭഗവാന് നാളികേരം സമർപ്പിക്കുന്നത്, കറുകമാല സമർപ്പിക്കുന്നത്, കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാൽ, അതായത് കുട്ടികൾ അക്ഷരം വായിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങുന്ന സമയത്ത് സ്വന്തമായിട്ട് ഗണപതി അഥർവശീർഷം ചൊല്ലുന്നത് ഒക്കെ അവരുടെ പഠിത്തത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്, ഒരുപാട് സഹായമാണ്. അപ്പോൾ കുട്ടികളോട് അവരുടെ പഠനകാലത്ത് ഈ ബുധൻ മെച്ചപ്പെടുത്താനായിട്ടുള്ള പരിഹാരം എന്നത് ഒന്ന് നാമജപമാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നാമജപം ശീലിപ്പിക്കുക, ഭഗവാന്റെ നാമങ്ങൾ. അതുകൊണ്ട് നാമജപങ്ങൾ, ഏറ്റവും എളുപ്പമുള്ള നാമമാണ് രാമനാമം. അതുകൊണ്ട് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊണ്ട് എത്രമാത്രം അവർക്ക് എഴുതാൻ പറ്റുമെന്നത് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട്, അത്രയെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്നുകിൽ അത് എഴുതാൻ പറയുക, അല്ലെങ്കിൽ ചൊല്ലാൻ പറയുക. അപ്പോൾ അതൊരുപാട് ഗുണം ചെയ്യും നാമജപം ചെയ്യുന്നത്. ബുധന് 2 രാശികളാണുള്ളത്, ഒന്ന് മിഥുനവും ഒന്ന് കന്നിയും. ഇതിൽ കന്നി പ്രാരാബ്ധമാണ്. കന്നിയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യം, ക്ലാരിഫിക്കേഷൻസ്, വ്യക്തത ഒക്കെയുള്ള രാശി എന്നത് കന്നിയാണ്. അപ്പോൾ ബുധന് 6-ാം ഭാവത്തിലിരിക്കുന്ന ബുധൻ്റെ സ്വഭാവമല്ല 3-ാം ഭാവത്തിലിരിക്കുന്ന ബുധൻ്റേത്. ബുധന് തന്നെ ഓരോ ഭാവങ്ങളിൽ വരുമ്പോൾ ആ രാശ്യാധിപൻ്റെ സ്വാധീനത്തിനനുസരിച്ചിട്ടും വ്യത്യാസം വരുന്നുണ്ട്. അതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആ വിദ്യാഭ്യാസം എന്നത്, തുടക്കത്തിലെ വിദ്യാഭ്യാസം എന്നത് ബുധനാണ്. അക്ഷരം എഴുതാനും വായിക്കാനും അവരുടെ ഹാൻഡ് റൈറ്റിംഗ്. ഇവിടെ ചൊവ്വയുടെയും രാഹുവിൻ്റെയും സ്വാധീനം 3-ാം ഭാവത്തിൽ വരുമ്പോൾ പോലെ വക്രഗതിയിലുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം ബുധനുമായിട്ട് വരുമ്പോഴും, ബുധൻ വക്രഗതിയിലാകുമ്പോൾ ഉള്ള ഒരു സാഹചര്യമാണെങ്കിലും 3-ാം ഭാവത്തിൽ വക്രഗതിയിലുള്ള ഗ്രഹങ്ങളാണെങ്കിലും ഒക്കെ ഹാൻഡ് റൈറ്റിങ്ങിലെ ഒരു വ്യത്യാസം ശ്രദ്ധേയമായിരിക്കും. അവരുടെ സിഗ്നേച്ചറും ഒക്കെ ശ്രദ്ധേയമായിരിക്കും. ഒരാളുടെ സിഗ്നേച്ചർ കണ്ടാൽ ആ 3-ാം ഭാവത്തിലെ സ്വാധീനം എന്നത്, അല്ലെങ്കിൽ ബുധൻ്റെ സ്വാധീനം, ബുധൻ വക്രഗതിയിലുള്ള ഗ്രഹത്തിൻ്റെ കൂടെയാണോ ഇരിക്കുന്നത്, 3-5 ഭാവങ്ങളിലാണോ, ലഗ്നത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾക്കൊരു വ്യക്തത തരും നമുക്ക് ഇവരുടെ സിഗ്നേച്ചർ കാര്യങ്ങൾ. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ ഏറ്റവും പ്രധാനം, അവരുടെ വിദ്യാഭ്യാസത്തിന് അവരെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ പേരെന്നത്. അപ്പോൾ ഫാഷന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിടുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിൻ്റെയും അമ്മയുടെ പേരിൻ്റെയും പകുതിയൊക്കെ ചേർത്തിട്ടൊക്കെ പേരിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ജാതകത്തിൽ ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ ബലമുള്ളത് അത് സംബന്ധിച്ചിട്ടുള്ള പേരിടുന്നതാണ് ഏറ്റവും അവർക്ക് ഗുണം വന്നു ചേരുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകൾ ഇടുന്നതും ആ വ്യക്തിത്വം, അതിൻ്റെ ഭാവിയും ഒരു കോംപ്ലിക്കേഷൻ കൊണ്ടുതരുന്നതാണ്. അത് നിങ്ങൾക്ക് തന്നെ ഒബ്സർവ് ചെയ്താൽ പലതരത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ പേരിടുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആലോചിച്ചിട്ട് ഒക്കെ ഇടുന്നത് നല്ലതാണ്. അത് അവരുടെ വിദ്യാഭ്യാസത്തിനെ ബാധിക്കുന്നതാണ്. അതേപോലെ ചില ആൾക്കാർ നല്ല പേരിടും കുട്ടികൾക്ക്, സരസ്വതി, ലക്ഷ്മി, അങ്ങനെയുള്ള പേരുകളൊക്കെ ഇടും. പക്ഷെ വിളിക്കുന്നതോ വേറെന്തെങ്കിലുമൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിക്കുന്ന പേരാണ് ഏറ്റവും പ്രധാനം. ആ വിളിക്കുന്ന പേരിൻ്റെ ഒരു അർത്ഥം അത് വളരെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്നത്, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും, എത്രമാത്രം നിങ്ങളൊരു എക്സ്പേർട്ട് അഡ്വൈസ് എടുത്തിട്ട് കുട്ടിക്ക് പേരിട്ട് കഴിഞ്ഞാലും അത് ആ കുട്ടിയുടെ ജാതകത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രഹത്തെ സൂചിപ്പിക്കുന്നത് തന്നെയായിരിക്കും. അതിൻ്റെ നിഗൂഢമായിട്ടുള്ള അർത്ഥത്തെപ്പറ്റി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡെസ്റ്റിനിയെ പറ്റി സൂചിപ്പിക്കുന്ന ആ ഒരു
അതിലേക്ക് എത്തിപ്പെടുന്നതാണ്. അതും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതായത് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പറയാണ്. ശുക്രൻ ആത്മകാരക ഗ്രഹമായിട്ടുള്ള ഒരു കുട്ടിയാണ്. ശുക്രൻ ഉച്ചത്തിലാണ്. പേരിന് പശുവുമായിട്ട് ബന്ധമുണ്ട്. ശുക്രൻ പശുവിനെ കൂടി സൂചിപ്പിക്കുന്നു. അതായത് എങ്ങനെയായാലും വരും. യഥാർത്ഥ പേരിനും ആ ഡെസ്റ്റിനിയുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ജാതകത്തിൽ നിന്നും 5ാം ഭാവം ആദ്യത്തെ സന്താനത്തെ സൂചിപ്പിക്കുന്നു. 5ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹവുമായിട്ട് ഏത് ഡിഗ്രിയിലാണ് ലഗ്നം വന്നിരിക്കുന്നത്, ആ ഡിഗ്രിയിൽ 5ാം ഭാവത്തിൽ വരുന്ന നക്ഷത്രം, അതിനനുസരിച്ചിട്ടുള്ള പേരുകൾ നാച്ചുറലി ഒന്നും ചിന്തിക്കാതെ തന്നെ ആ കുട്ടിക്ക് വന്നു ചേരുന്നതായിട്ടും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് പേരിന് വലിയ പ്രാധാന്യമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികൾ 12 വയസ്സ് വരെ അവരുടെ ജാതകം നോക്കുന്നത് ഉചിതമല്ല. അതിനുശേഷം കുട്ടികളുടെ സ്വന്തമായിട്ടുള്ള കർമ്മം തുടങ്ങുകയാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് എന്ന് വിചാരിക്കുക. അമിതമായ അറ്റാച്ച്മെൻറ്റ് കുട്ടികളുമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാമജപം ചെയ്തിട്ട് അതിൻ്റെ പുണ്യം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായിട്ട്, കുട്ടിക്ക് നന്മ വരാനായിട്ട്, സദ്ബുദ്ധി വരാനായിട്ടൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പുണ്യം സമർപ്പിക്കാവുന്നതാണ്. ഭഗവാനോട് പറയാവുന്നതാണ്, ഞാൻ ദിവസവും ഇത്ര മാല ജപിക്കും. അതായത് 11 മാല, 16 മാല, നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് 4 മാല ജപിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മാല എന്ന് പറയുമ്പോൾ 108 തവണയാണ്. അപ്പോൾ അങ്ങനെ ജപിച്ചിട്ട് ഇതിൻ്റെ പുണ്യം എൻ്റെ സന്താനത്തിന് സദ്ബുദ്ധി വരാനായിട്ട്, വഴിതെറ്റാതിരിക്കാനായിട്ട്, അവൻ്റെ സ്വഭാവശുദ്ധിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്, അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുണ്യം ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. പുണ്യം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പരിഹാരം എന്നത്. അതാരും അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കില്ല. അതായത് നിങ്ങൾക്ക് ഉപദേശം തരുന്നവർ, അവരുടെ പുണ്യമാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറേയൊക്കെ എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഞാനിത് പറയുന്നത്, ചിലപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും അപാകത അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. എത്രമാത്രം ചെയ്യുന്നുവോ അത്രയും അതിൻ്റെ ഫലം വരും. അതായത് ആ കുട്ടിയുടെ പ്രാരാബ്ധം കുറഞ്ഞ് കിട്ടും. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ പുണ്യത്തിൽ നിന്നാണ് അത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വരുന്നതാണ്. അത് മനസ്സിലാക്കുക. അതെപ്പോഴും ഉണ്ട്. അത് വിസിബിൾ ആയിരിക്കണം എന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ മറ്റ് പല മേഖലകളിലായിട്ട്, അത് നിങ്ങളുടെ 9ാം ഭാവം 9ാം ഭാവാധിപനുമായിട്ടൊക്കെ ബന്ധവുമുണ്ട്. അവരെവിടെ ഇരിക്കുന്നു, ഏത് ഭാവത്തിലിരിക്കുന്നു, ഏത് ഭാവത്തിൻ്റെ അധിപനോടൊപ്പം ഇരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ആ ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസവും വരാവുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഭക്തിയുടെ കാര്യത്തിൽ, നാമജപങ്ങളുടെയൊക്കെ കാര്യത്തിൽ നമുക്ക് സ്വാർത്ഥതയില്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. എനിക്ക് എൻ്റെ പുണ്യം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്വാർത്ഥത തന്നെയാണ്. നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ നമുക്കറിയാം, ചില നഷ്ടങ്ങൾ നമുക്ക് വരും, എന്നാലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും. ആ നഷ്ടങ്ങൾ എന്നത് പണം കൊടുത്ത് മാറ്റാൻ കഴിയുന്നതുമല്ല. പലതും നമുക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ആക്കാൻ കഴിയുന്ന കാര്യവുമല്ല. പക്ഷെ എന്നാലും നമ്മൾ നന്മ ചെയ്യണം. നമുക്ക്, അതായത് സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും, എപ്പോഴും സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവശരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രോഗഗ്രസ്തരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ നമുക്ക് മനസ്സ് കാണിക്കേണ്ടതുമാണ്. നമ്മുടെ പുണ്യം കുറയും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് പുണ്യം തരാൻ വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആരുടെ ഭക്തനാണോ നമ്മൾ, നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ഇഷ്ടദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് പുണ്യക്ഷയമുണ്ടായി നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സമയം വന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങളോട് കൃപ കാണിക്കുന്നത് ആ സർവേശ്വരനായിരിക്കാം, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത്. ചിലപ്പോൾ തിരിച്ചറിയാൻ നമുക്ക് പ്രയാസമുള്ള ചില എനർജി എക്സ്ചേഞ്ച് നടന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗത്ത് ചില വ്യത്യാസങ്ങൾ വന്നു എന്ന് വരാം. എന്നാലും നമ്മുടെ ഇഷ്ടദൈവം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മളെ രക്ഷിക്കുന്നതാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ട് എപ്പോഴും സഹായം ചെയ്യണം. പറഞ്ഞു വരുന്നത്, കുട്ടികൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഈ ജപങ്ങളുടെ പുണ്യമാണ് ഏറ്റവും വലുത്. അതുപോലെ ഞാൻ പറഞ്ഞു, ഗണപതി അഥർവശീർഷം കേൾപ്പിക്കുക, ചൊല്ലാനാവുന്ന പ്രായത്തിൽ നോക്കി വായിക്കാൻ. ഇതൊന്നും ബൈഹാർട്ട് പഠിച്ച് കോമ്പറ്റീഷൻ പോലെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമേ അല്ല. അത് നമുക്ക് കുട്ടികളെ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വായിക്കാൻ പഠിപ്പിക്കുക. കുറച്ച് വിഷമാണ്, എന്നാലും അത് വളരെ നല്ല റെമഡിയാണ്. ഗണപതി ഭഗവാന്റെ ആരാധന എന്നത് ആ വിഘ്നങ്ങൾ അകറ്റാനായിട്ട്, അതായത് പ്രഥമ ആരാധ്യ ദൈവമാണ് ഭഗവാൻ.
ഗണപതി ഭഗവാൻ. അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ ആരാധന തന്നെ കുട്ടികളുടെ ആ തുടക്കത്തിൽ വേണം. അതിനുശേഷമാണ് എല്ലാ ആരാധനകളും. ഇഷ്ടദൈവത്തിൻ്റെതാണെങ്കിലും ആ ഗണപതി ഭഗവാനെ ഒരു അനുഗ്രഹം എന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്കൊരുപാട് സഹായിക്കും. പിന്നീട് ജ്ഞാനത്തിൻ്റെ ദേവി ആയിട്ടുള്ള സരസ്വതി ദേവിയുടെ ആരാധന എന്നത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസ കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും, അതായത് നമ്മുടെ ആരാധനകളും നമ്മുടെ ഭക്തിയും, നിങ്ങൾ മാല ജപിച്ച് കുട്ടികൾക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണെങ്കിലും എല്ലാത്തിനും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ശനിദേവൻ എന്നത്. ശനിദേവൻ അധ്വാനത്തിൻ്റെ ഫലം തരുന്ന ആളാണ്. ശനി ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മടിയുണ്ടാകും. വ്യാഴവും ലഗ്നത്തിൽ കുറച്ച് മടി തരും. വ്യാഴം ലഗ്നത്തിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്നത്, കന്നി ലഗ്നത്തിൽ വ്യാഴം ഇരിക്കുന്നു എന്ന് വിചാരിക്കാം, എനിക്കെല്ലാം അറിയാം. കാരണം പാസ്റ്റ് ലൈഫിൽ നിന്ന് അദ്ദേഹം നോളജ് കൊണ്ടുവന്നിട്ടുണ്ട്, ജ്ഞാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് അദ്ദേഹത്തിൽ ഉണ്ടാകും, ആ കുട്ടിയാണെങ്കിലും. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നത് എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. അപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും ട്രെയിൻ ചെയ്തെടുക്കാൻ. അതായത് ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്കെല്ലാം നീട്ടിവെച്ചു എന്ന് വരും. ശനി ലഗ്നത്തിലുണ്ടാകുമ്പോൾ, ശനി 3-ാം ഭാവത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ആവാം, പിന്നെ പഠിക്കാം, എനിക്കിതൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പിന്നെ പഠിച്ചോളാം എന്നത്. വ്യാഴമാവുമ്പോൾ, ലഗ്നത്തിൽ വ്യാഴമൊക്കെ വരുമ്പോൾ, വ്യാഴം അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങൾ 3-6 ഭാവങ്ങളിൽ ഇരുന്നാലും മതി, കുറച്ച് മടി പിടിക്കും. അതായത് ആരോട് മത്സരിക്കാനാണ് പഠിക്കുന്നത്, ആ സമയമാകുമ്പോൾ പഠിച്ച് തീർക്കാമല്ലോ. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ ഒരു ലാഘവത്വം വരും. മത്സര ബുദ്ധി തരുന്നത് ചൊവ്വയും രാഹുവിനെയൊക്കെ പോലെയുള്ള ഗ്രഹങ്ങളാണ്. 6-ാം ഭാവത്തിലൊക്കെ വന്ന് ചൊവ്വയിരിക്കുമ്പോൾ, 3-ാം ഭാവത്തിലിരിക്കുമ്പോഴും അവർ തീരുമാനിച്ചാൽ എനിക്കിത് പഠിച്ച് പാസ്സാവണം എന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താനുള്ള എല്ലാ പ്രയത്നവും അവർ ചെയ്യുന്നതാണ്. ഇത് തന്നെ ഞാൻ പൊസിഷൻ പറയുന്നില്ല, ഇങ്ങനെ യൂട്യൂബിൽ എല്ലാ കാര്യവും അങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്തു എന്നും വരും. അതുകൊണ്ട് രാഹുവിൻ്റെ ചില പൊസിഷൻ എന്നത് കുട്ടികളെ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ, അവരുടെ പാഠ്യ ഉപകരണങ്ങൾ, പേന, പെൻസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരാൻ. നമ്മൾ നോട്ട്ബുക്കൊന്നും കറക്റ്റായിട്ട് എഴുതില്ല, മറ്റുള്ള കുട്ടിയുടെ ബുക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ശുഭഗ്രഹങ്ങളുടെ സ്വാധീനമില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കില്ല, കളവ് പറയാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ. അതായത് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ മോഷണമെന്നോ അങ്ങനെയുള്ള പേരുകളൊന്നും ഇട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. അതൊരു ദശാകാലം കൂടി, അന്തർദശാകാലങ്ങളും അല്ലെങ്കിൽ ഗോചരത്തിൽ ഈ രാഹു ഇരിക്കുന്ന പൊസിഷനിൽ അല്ലെങ്കിൽ ത്രികോണത്തിൽ രാഹു വന്നാലും ഒക്കെ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യും. ഇതേ സാഹചര്യത്തിൽ ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ വ്യാഴമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ന്യായീകരിക്കുകയും ചെയ്യും. ഞാൻ ഇന്നത് വിചാരിച്ചിട്ടല്ല ചെയ്തത്, ആ കുട്ടിക്ക് ദോഷം വരാൻ വേണ്ടിയിട്ടല്ല ചെയ്തത്, പക്ഷെ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ രാഹുവിൻ്റെ ചില പൊസിഷൻ പറഞ്ഞു തരും. അച്ഛൻ്റെയും അമ്മയുടെയും മൊബൈൽ പാസ്വേഡൊക്കെ അൺലോക്ക് ചെയ്യുക, അതിൽ നിന്ന് കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതായത് ആ ഒരു ടെൻഡൻസി ഉണ്ട്. ഇവരാണ് പിന്നീട് നല്ല എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ ചെയ്യാനും അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള നോളജ് നേടാനും ഒക്കെ കഴിയുന്നത്. പോസിറ്റീവ് ആക്കിയാൽ ഈ കുട്ടികളെ ഞാൻ എപ്പോഴും പറയുന്നത് ഇവരുടെ പഠനം എന്നത് ആ ഫീൽഡിലേക്ക് തിരിച്ചു വരണം. കാരണം അതിൽ അവർ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളെപ്പറ്റി നമ്മൾ കുറച്ചുകൂടി പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കളോട് നേരത്തെ തുറന്നു പറയണം. ഇങ്ങനെയാണ്. ഒരു ഭാവത്തിൽ രാഹു ഇരിക്കുമ്പോൾ അതിൻ്റെ ത്രികോണങ്ങളെ അത് സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല ഗോചരത്തിലെ ഗ്രഹങ്ങൾ വരുമ്പോൾ ഇത് നെഗറ്റീവായി പോയി എന്ന് വരാം. അപ്പോൾ തുടക്കത്തിൽ ഇതിനു വേണ്ടി ചെറിയ പരിഹാരങ്ങൾ, ചെറുപ്പകാലത്താണ് പരിഹാരങ്ങൾ ചെയ്യാൻ എളുപ്പം. ചെറുപ്പം എന്ന് പറയുമ്പോൾ 12 വയസ്സിന് ശേഷമാണ്. അതിൻ്റെ ഇടയിലുള്ള സമയത്ത് ജാതകം പരിശോധിക്കാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു കുട്ടികളുടെ ബുക്കുകളും അതൊക്കെ മനഃപൂർവ്വം എടുത്തു കൊണ്ടുവരികയാണെങ്കിൽ, മനഃപൂർവ്വം എന്ന ശബ്ദം ശ്രദ്ധിക്കുക, അറിയാതെ ബാഗിൽ പെട്ടുപോകുന്നതല്ല, മനഃപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പലതും ചെയ്യാറുണ്ട് കുട്ടികൾ. മറ്റൊരു കുട്ടിയുടെ ബുക്കിന് പുറത്ത് സ്വന്തം പേര് എഴുതി വെച്ചിട്ട് അത് കൊണ്ടുവരിക. ഇത്തരം കാര്യങ്ങളെല്ലാം ജ്യോതിഷ കൺസൾട്ടേഷനിടയിലാണ് ചോദിക്കുന്നതും പാരൻസ് അതിനുള്ള മറുപടി തരുന്നതും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്, ഇനി ഇത്തരം കാര്യങ്ങൾ ഉള്ള വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഗണപതി ഭഗവാനെ ആരാധിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രതിവിധി. എന്ത് കുട്ടിയെയും ഈ നാമജപങ്ങളിലേക്ക്,
ആ മനസ്സ് മാറ്റിവിടുക. കുട്ടിയെ ഇന്നത് നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരുത്താൻ നോക്കണ്ട. കാരണം അവർ കുട്ടികളാണ്. അവർക്ക് എന്തുകൊണ്ട് ചെയ്യണ്ട എന്നുള്ളതിനെ പറ്റി വലിയൊരു ഐഡിയ അവർക്ക്, ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ശരി എന്താണ് തെറ്റ് എന്താണ് എന്നത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ ദശാകാലങ്ങളും ഗോചരവും ഒക്കെ അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ചും. മനഃശാസ്ത്രം മറ്റൊരു കാര്യമാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ ജ്യോതിഷം മാത്രമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നമുക്ക് അവരുടെ തെറ്റുകൾ തെറ്റാണെന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കാതെ, നീ തെറ്റാണ് ചെയ്യുന്നത്, നീ ഇന്നതൊക്കെ ഡെയിലി എടുത്തു കൊണ്ടുവരുന്നു, നീ കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും നീ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ പലതരത്തിൽ നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയാണ്, നിൻ്റെ സംസാരം ഇങ്ങനെയാണ്, അധ്യാപകനോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇമോഷൻ നമ്മൾ അവരിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി ആ ജാതകത്തിൽ ചന്ദ്രൻ കൂടി ബലവാനല്ലെങ്കിൽ, ചന്ദ്രന് കൂടി പ്രശ്നമുണ്ടെങ്കിൽ അത് കുട്ടിയെ മറ്റു തരത്തിൽ ചിന്തിപ്പിച്ചേക്കാം. അത്തരം വിശദാംശങ്ങളിലേക്കും കടക്കുന്നില്ല, വീഡിയോ ഒരുപാട് നീണ്ടുപോകും. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇവിടെ രാഹുവിനും ചന്ദ്രനും ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീചസ്ഥനാണ് ചന്ദ്രനെങ്കിൽ പോലും, അല്ലെങ്കിൽ അഷ്ടമത്തിൽ ചന്ദ്രൻ ഉണ്ടാകുമ്പോഴും അതിൽ കൂടുതൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിലും ഒക്കെയും കുട്ടികളുടെ ആ മനോനിലയെ കൂടി അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അത് നല്ലതല്ല, കുട്ടി വളരുമ്പോൾ അത് മോശമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു അധ്യാപകനാണെങ്കിലും പാരൻസ് ആണെങ്കിലും ഗാർഡിയൻ ആണെങ്കിലും നിങ്ങൾക്കതറിയാം. ഇത് തിരുത്തേണ്ടുന്ന മാർഗം അല്ലെങ്കിൽ ആ സാഹചര്യം ഇല്ലെങ്കിൽ പുതിയൊരു സ്വഭാവം അവരിലേക്ക് വളർത്തിയെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ഈ കുട്ടിയോട് 1-2 തവണ പറഞ്ഞു കൊടുത്തു, അവർക്കത് മനസ്സിലായില്ല. അവരുടെ അധ്യാപകനും ശ്രമിച്ചു, അവർക്കത് മനസ്സിലായില്ല. അവർക്ക് നിങ്ങൾ സ്വീകരിക്കുന്ന റെമേഡിയൽ ടീച്ചിങ്ങും മെഷേഴ്സും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ കൗൺസിലേഴ്സിൻ്റെ ഡോക്ടേഴ്സിൻ്റെ സഹായം തേടി, അപ്പോഴും കുട്ടിക്ക് വലിയ മാറ്റം വരുന്നില്ല. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യമെന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ മുന്നേയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്നത്, കുട്ടികളിലേക്ക് ഈ ശീലങ്ങളോടൊപ്പം പുതിയ ശീലങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുക. എന്താണ് ആ പുതിയ ശീലം എന്നത്? നാമജപമാണ്. വളരെ എളുപ്പമാണ്. ഇത് ചിലർക്കൊക്കെ തമാശയായിട്ട് തോന്നാം. എന്താണ് ഒരു ഭഗവാന്റെ പേര് പറഞ്ഞാൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്? അത് ഒറ്റയ്ക്ക് ആ കുട്ടിയെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയും ചെയ്യരുത്. നമ്മളും കൂടെ ഇരിക്കുക. ആരാണ് ആ സമയത്ത് കുട്ടിയുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്? അച്ഛനാണോ അമ്മയാണോ? അവരൊറ്റയ്ക്കാക്കരുത്. നമ്മൾ കൂടിയിരിക്കുക. നമ്മൾ കൂടെ ഇരുന്നിട്ട് ചൊല്ലുക. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങളായിരിക്കണം. അത് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം അതായത് നമുക്ക് ബുദ്ധിയുടെ ദേവത ഗണപതി ഭഗവാൻ എല്ലാമാണ്. എന്നാലും ഒരു ഭഗവാന്റെ നാമങ്ങൾക്ക് എന്താ പറയുക, എക്സ്ട്രീം ട്രാൻസ്ഫോർമേഷൻ നൽകാൻ കഴിയും. വ്യക്തികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുകൊടുക്കാൻ കഴിയുന്നത് ഭഗവാന്റെ നാമങ്ങൾക്കാണ്. നിങ്ങളുടെ ഇഷ്ടദൈവം എന്തുമായിക്കോട്ടെ. ഞാൻ സ്വയം മഹാകാളിയുടെ ഭക്തയാണ്. എന്നിരുന്നാലും ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾക്ക് ആ കുഞ്ഞുനാളിൽ, കാരണം അവരുടെ പ്രാരാബ്ധം എന്താണ്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഭഗവാൻ അറിയാം. നമ്മുടെ പ്രയത്നം ഭഗവാൻ കാണുന്നുണ്ട്. ആ കുഞ്ഞു മനസ്സ് അച്ഛനെയും അമ്മയും അനുസരിച്ചിട്ട് അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്നതും 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ എത്രയാണെന്ന് വെച്ചാൽ ഇരിക്കുക. പിന്നെ അതിൻ്റെ സമയം, ആ ദൈർഘ്യം കൂട്ടുക. അതിനിടയിൽ നമ്മൾ മൊബൈൽ, TV എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സും മാറ്റണം. എന്നിട്ട് നാമം ചൊല്ലുക. ഇതിൽ ഭഗവാന്റെ നാമം എന്നത്, കുട്ടികൾക്ക് ചൊല്ലാൻ എളുപ്പമുള്ള നാമം എന്നത് രാമനാമം തന്നെയാണ്. എളുപ്പമാണ് പറയാൻ. രാമ രാമ എന്ന് പറയാൻ വലിയ വിഷമമൊന്നുമില്ല. കുറച്ചുകൂടി സംസാരിക്കാൻ ഒക്കെ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം വളരെ 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 നല്ലൊരു മന്ത്രമാണ്. ചിലപ്പോൾ കുട്ടികൾ തന്നെ ചൂസ് ചെയ്തു എന്ന് വരും, അവർക്കിഷ്ടമുള്ളത്. അതിനെ സമ്മതിക്കുക. ഭഗവാന്റെ നാമങ്ങളായിരിക്കണം. ഒരു നാമത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ ചില കുട്ടികൾക്ക് മടി കാണിക്കാറുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ചില കുട്ടികൾ തീർച്ചയായിട്ടും മടി കാണിക്കും, രാഹുവിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ. ഞാൻ ഇവിടെ ആ പൊസിഷൻ പറയുന്നില്ല, കാരണം അത് മിസ്യൂസ് ചെയ്യും. ചിലപ്പോൾ പകുതി ജ്യോതിഷം അറിയുന്നവർ അല്ലെങ്കിൽ ജ്യോതിഷ വിദ്യാർത്ഥികൾ വെറുതെ അമ്മമാരോടൊക്കെ നിങ്ങളുടെ കുട്ടി ഇങ്ങനെ കൊണ്ടുവരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു വിഷമാണ്. ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും ഇങ്ങനെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ പറയുന്ന രീതി എന്താണ് ആ കുട്ടിക്ക് എളുപ്പം? അതാണ് ഞാൻ പറയുന്നത്, രാമനാമം. എല്ലാം ഒരുപോലെയാണ്.
അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ടല്ലോ സഹസ്രനാമ തത്തുല്യം എന്നത്. അതുകൊണ്ട് രാമനാമം ശ്രേഷ്ഠമാണ്. ചൊല്ലുക. നിങ്ങൾ കൂടെ ഇരിക്കണം, ഒറ്റയ്ക്കാക്കരുത്. എന്നിട്ട് പതിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു 3 വർഷമൊക്കെ എടുക്കും കുട്ടിയുടെ പ്രാരാബ്ധത്തിനനുസരിച്ചിട്ട്. പ്രാരാബ്ധം കൂടുതലില്ലെങ്കിൽ തീർച്ചയായിട്ടും 6 മാസത്തിനുള്ളിൽ വരെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചൊല്ലു, നിങ്ങൾ കൂടെ ഇരിക്കണം, അതാണ് കണ്ടീഷൻ. നല്ല മാറ്റം വരും. ഏത് സ്വഭാവത്തിലാണെങ്കിലും. പിടിവാശിയുണ്ടോ, അഹങ്കാരം പറയുന്നുണ്ടോ, നിങ്ങളോട് എതിർത്ത് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ആൾക്കൂട്ടത്തിൽ വെച്ച് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട്. വീട്ടിൽ നിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലുള്ള പെരുമാറ്റം. നാമജപം എന്നത് അത് വലിയ കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും വെറുതെ നാമത്തിന് അതാണ് അതിൻ്റെ ശക്തി. അഗ്നിയുടെ ശക്തി പോലെയാണ്. അഗ്നിക്ക് ദഹിപ്പിക്കാനുള്ളൊരു ശക്തിയുണ്ട്. നിങ്ങൾക്ക് അഗ്നിയെ വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിലും എങ്ങനെ തൊട്ടാലും കൈപൊള്ളും. അതുപോലെയാണ് നാമവും. നിങ്ങൾക്ക് വിശ്വാസം വേണമെന്നുമില്ല, ഇരുന്ന് നോക്കൂ. പക്ഷെ കുട്ടിയുടെ കൂടെ നമ്മളിരിക്കണം. അവന് അവൾക്ക് അതിനോടുള്ള ഒരു അടുപ്പം വന്നു കഴിഞ്ഞാൽ തനിയെ ശരിയായിക്കോളും. ഇത് ഒരുപാട് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിക്കപ്പെട്ട് വിജയിച്ച കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആ വിശ്വാസം മതി. ഇത് കുട്ടികളുടെ സ്വഭാവത്തിനും പഠനത്തിനും എല്ലാത്തിനും നല്ലതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം എന്നത് ടീച്ചർ സെൻറ്റേർഡ് ആണോ, ലേണർ ബേസ്ഡ് ആണോ, ലേണർ സെൻറ്റേർഡ് ആണോ എന്നത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ അധ്യാപകർ നമ്മളാണ്, അവരിനി എത്ര പ്രായമായാലും. അതുകൊണ്ട് ആ തുടക്കം എന്നത് നാമജപത്തിൽ നിന്നായിരിക്കണം. ഏത് വീട്ടിലാണോ ആ സന്ധ്യാസമയത്ത് ആ നാമജപം മുടങ്ങിയത്, എവിടെയാണോ ആ അമ്പലത്തിൽ പോകുന്നൊരു സ്വഭാവം മുടങ്ങിയിട്ടുള്ളത്, എവിടെയാണോ നമ്മളെക്കാൾ വലിയൊരു ശക്തിയുണ്ട്, അതുപോലെ നമ്മുടെ കുലദൈവങ്ങളുടെ ഒരു ശക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറന്ന് പ്രവർത്തിക്കുന്നത് ഏത് വീട്ടിലാണോ, ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇവർക്കിതിലൊന്നും പ്രാധാന്യം തോന്നുന്നില്ലെങ്കിൽ നമ്മളെയും അവർ അതുപോലെ ഒറ്റയ്ക്കിടും. അതിന് നമുക്ക് പ്രത്യേകിച്ച് ജാതകം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയും എനിക്ക് ആരും വേണ്ട, എന്നെ ഒരു വൃദ്ധാശ്രമത്തിലാക്കിയാൽ മതി, അവിടെ ഞാൻ സമ്പാദിച്ചതുണ്ട്, മാസം മാസം അതിൽ നിന്ന് കട്ടായി പോയിക്കോളും, അവരെന്നെ ശുശ്രൂഷിച്ചോളും എന്നൊക്കെ ഇപ്പോൾ പറയുമെങ്കിലും നമുക്ക് വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. നമ്മൾ ഭക്തരാണെങ്കിൽ പോലും, അത് ആ വാർദ്ധക്യത്തിലാണെങ്കിലും നമുക്ക് വയ്യായിക വരുമ്പോഴാണെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറ്റി ആ ഒരു ഓർമ്മയെങ്കിലും അവർക്ക് നമ്മളെപ്പറ്റി വരണമെങ്കിൽ ഈ ഒരു ശീലങ്ങൾ ഇതാണ് മാഞ്ഞു പോകുന്നത്. ഈ നാമജപവും സന്ധ്യാവന്ദനം എന്നത്. ഇനി സന്ധ്യയ്ക്ക് വീട്ടിലെത്താത്ത കുട്ടികൾ ഇന്നത്തെ ഇവിടത്തെയൊക്കെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് പലപ്പോഴും ട്യൂഷൻ ക്ലാസ്സുകളിലായിരിക്കും, വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും. എന്നാലും അവർ വന്ന സമയത്ത് ആ രാത്രി അവരുടെ വയറ് നിറച്ച ശേഷമാണെങ്കിലും, അതുപോലെ ഉറങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ ആ നാമജപത്തിൻ്റെ ഒരു ശീലം. ഉറങ്ങുന്നതിന് മുന്നെയെങ്കിലും ഇന്ന് നീ ചെയ്തു. ആദ്യം കുറച്ച് കാലം പറയേണ്ടി വരും. പുതിയതായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ, ചിലപ്പോൾ ടീനേജിലുള്ള കുട്ടികളൊക്കെയുള്ള അച്ഛനും അമ്മമാരൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ പറയേണ്ടി വരും. ഇന്ന് നീ ജപിച്ചോ, അത്രേ പറയണ്ടു. അവർക്ക് ജപിച്ച് കാണിച്ചു കൊടുക്കണം. വലിയ കുട്ടികളാണെങ്കിൽ അവരുടെ ഇഷ്ടദൈവത്തിനെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതായത് വലിയ കുട്ടികൾക്ക് അവർക്കൊരു അടുപ്പം ഉണ്ടാകും. ചിലർക്ക് ഹനുമാൻജി ആയിരിക്കാം, ചിലർക്ക് മഹാദേവനായിരിക്കാം. ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ആ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാനായിട്ട്. ഇതിലൊന്നും ശങ്ക വേണ്ട, ഒരു സംശയവും വേണ്ട. ഇനി ഇത് ചെയ്യുമ്പോൾ ഇന്നത് സംഭവിക്കുമോ, എനിക്ക് ദീക്ഷ കിട്ടിയില്ല, ഇന്ന മന്ത്രം ചൊല്ലാവോ, എന്താണ് അവരുടെ ഹൃദയം പറയുന്നത്? ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പറയുകയാണ് എനിക്ക് നമഃശിവായ ജപിക്കണമെന്നത്. അതിൽ നിങ്ങൾക്ക് ശങ്ക വേണ്ട. അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്നതാണ്, അത് ചൊല്ലിക്കോട്ടെ. അപ്പോൾ അതിനനുവദിക്കണം. അത് ഒരുപാട് സംശയം വേണ്ട. ദേവതകൾക്ക് ഇതിലൊന്നും, ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും വലിയ ഒരു ചിട്ടയും കാര്യങ്ങളൊന്നുമില്ല. അവരാഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹമാണ്, ഭക്തിയാണ്. നമുക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, സാധനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗുരുവിൻ്റെ ആവശ്യമുണ്ട്, ദീക്ഷയുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു കുഞ്ഞിന് അവന് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവൻ ചൊല്ലുന്നതെങ്കിൽ ഏത് ദേവതയാണ് കോപിക്കുക? അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പാടില്ല. ആ സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു പെൺകുട്ടിയാണ് ഹനുമാൻജിയെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ പീരീഡ്സ് ആവുന്നുണ്ട്, ഹനുമാൻജി ബ്രഹ്മചാരിയാണ്, നീ എങ്ങനെയാണ് ഹനുമാൻജി ആരാധിക്കുന്നത്? അങ്ങനെയൊന്നും ആ ഒരു സംശയം വേണ്ട. ആ ഭഗവത് തത്വം എന്നത് മഹത്താണ്, വലുതാണ്. നമ്മുടെ ചെറിയ ചിന്താഗതിയിലല്ല. ഒരു പ്രകൃതി തന്നതാണ് സ്ത്രീക്കത്. അതിനെ ആ ലാഘവത്തോടെ കാണണം.
പിന്നെ നമ്മൾ ഇച്ഛ വയ്ക്കുമ്പോഴാണ്, ഒരുപാട് ആഗ്രഹം വെച്ചിട്ട് ഇന്നതൊക്കെ നേടിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓംകാരമുള്ള മന്ത്രങ്ങളൊന്നും ചൊല്ലാറില്ല ആ സമയത്ത്. എന്നാലും ഞാൻ പറയുന്നു, ഇത് മനസ്സിൻ്റെതാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ഇഷ്ടദൈവവുമായിട്ട് അദമ്യമായിട്ടുള്ള അടുപ്പമാണെന്ന് വിചാരിക്കുക. ഊണിലും ഉറക്കത്തിലും എന്തിന് ടോയ്ലറ്റിൽ പോകുമ്പോഴും എപ്പോഴും ആ മുഖമാണ് എങ്കിൽ ആ ദേവത നിങ്ങളോട് കോപിക്കുമോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പീരീഡ്സ് ആയ സമയത്ത് ആ ദേവതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ആ ഭഗവതി കാമാഖ്യ രൂപിണിയായിട്ടുള്ള ആ ഭഗവതിയെപ്പറ്റി നിങ്ങൾക്ക് അങ്ങനെ ഒരു സമയത്ത് ആ ഭഗവതിയെ ചിന്തിക്കുമ്പോൾ ഭഗവതി കോപിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് മനസ്സിൻ്റെതാണ്. ഇതിലൂടെ ഞാൻ ഇതൊന്നും സ്ഥാപിക്കാനല്ല പറയുന്നത്, കുട്ടികളോട് പറ്റിയാണ് പറയുന്നത്. അവർക്ക്, ഒരു പെൺകുട്ടിക്ക് ആഞ്ജനേയ സ്വാമിയെ ആരാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആരാധിക്കാം. ഏത് ദേവതയും നമ്മൾ ഏത് ഭാവത്തിൽ കാണുന്നു ആ ഭാവത്തിൽ ആ ദേവത നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നതാണ്. ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ട് കണ്ടാൽ ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് ഭഗവാൻ നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. ആ കുഞ്ഞായിരുന്നിട്ട് തന്നെയാണ്. അതേപോലെ ഉണ്ണി ഗണേശനായിട്ട് ഗണപതി ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ ആ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഭഗവതി അമ്മയായിട്ടാണോ കാണുന്നത്? അങ്ങനെ തന്നെയാണ്. ശക്തിയായിട്ടാണോ കാണുന്നത്? അപ്പോൾ ഈ ഭാവമാണ്, മനസ്സിലെ ഈ വികാരമാണ് അവരും നോക്കുന്നത്. നിങ്ങളിനി 1000 രൂപയുടെ പ്രസാദം സമർപ്പിച്ചാലും, വഴിപാട് കഴിപ്പിച്ചാലും, നിങ്ങൾ ഒരു കുറച്ച് ഗംഗാജലം സമർപ്പിച്ചാലും, നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ മനസ്സിലെ ഭാവവുമാണ് കാണുന്നത്. എപ്പോഴും അങ്ങ് തന്നത് അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഭക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നല്ലത്. എന്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങ് തന്നത് അങ്ങേക്ക് തന്നെ തരികയാണ്. അങ്ങയുടേതാണെല്ലാം ഈ പ്രപഞ്ചവും. ഭഗവതിക്ക് കൊടുക്കുമ്പോൾ എന്താണ്? ഈ പ്രപഞ്ചവും എല്ലാം സർവസ്വവും ഭഗവതിയുടേതാണ്. അത് ഭഗവതിക്ക് തന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ സ്വയവും ഭഗവതിയാണ്, പുറമേ കാണുന്നതും ഭഗവതിയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരുപാട് കൺഫ്യൂഷൻ വരില്ല. ടോപ്പിക്കിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നു, അത് ആ ഭക്തിയെപ്പറ്റി പറഞ്ഞു വന്നപ്പോഴാണ്. എന്നാലും കുട്ടികളിൽ ചെറുപ്പത്തിൽ അവരുടെ ദുശ്ശീലങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കടത്തിവിടുമ്പോൾ തനിയെ ആ ദുശ്ശീലങ്ങൾ മാറിപ്പോകും. അതുകൂടാതെ ഇവിടെ പിതൃക്കളുടെ അനുഗ്രഹം, അമാവാസ്യ ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കുക, രാത്രി മുഴുവൻ ജ്വലിക്കുന്ന രീതിയിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. പിതൃക്കൾക്കായി അവരുടെ സന്തോഷത്തിനായിട്ട് ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ എത്രമാത്രം ശനി അധ്വാനത്തെ സൂചിപ്പിക്കുന്നു. ശനി ഇരിക്കുന്ന രാശി, ഭാവം, ശനി ഇരിക്കുന്ന നക്ഷത്രം എന്നത് നിങ്ങൾക്ക് എത്രമാത്രം അധ്വാനിച്ച് മുന്നോട്ട് പോകാം എന്നത് കാണിക്കുന്നു. നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ കാണിക്കുന്നു. അപ്പോൾ ശനി ഇരിക്കുന്ന ഭാവം എന്നത് ആ ശനി തരുന്ന സമ്മർദ്ദങ്ങളെ കൂടി നമുക്ക് കാണിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ കാലത്തായാലും ശനി എപ്പോഴും സമ്മർദ്ദം തന്നുകൊണ്ടിരിക്കും, തടസ്സങ്ങൾ തന്നുകൊണ്ടിരിക്കും, കാലതാമസം തന്നുകൊണ്ടിരിക്കും. ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മളൊന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആകേണ്ടതാണ്. അതിനാണ് ചൊവ്വ നമ്മളെ സഹായിക്കുന്നത്. ലഗ്നഭാവത്തിൻ്റെ അധിപതിയാണ് ചൊവ്വ, മേടത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ ചൊവ്വയാണ് ആ സെൽഫ് മോട്ടിവേഷൻ തരുന്നത്. നിർത്തരുത്, ഫെയിലായി കഴിഞ്ഞു, ഇനിയും മുന്നോട്ട് പോകണം, ഇനിയും ദൂരം താങ്ങാനുണ്ട്. ആ മോട്ടിവേഷൻ തരുന്നത് മനസ്സമാധാനം തരാനും മനസ്സിന് ബലം തരാനും നമുക്ക് ചന്ദ്രൻ വേണം. നമ്മുടെ ആത്മാവ് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ പൊസിഷനും, സൂര്യൻ 5ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് സൂര്യൻ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷെ മൊത്തത്തിൽ ജാതകം നമുക്ക് പറഞ്ഞു തരും ഈ കുട്ടിയുടെ ഒരു വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട്. ജ്ഞാനം എന്നത്, ആ ജ്ഞാനം തരുന്നത് വ്യാഴമാണ്. അതായത് വ്യാഴത്തിൻ്റെ ഒരു അറിവ് എന്നത് അതൊരു ആത്മജ്ഞാനം പോലെയാണ്, പുറമേയുള്ള കാര്യങ്ങളിലല്ല. ആ ജ്ഞാനം എന്നത് ശരിക്കും നമുക്കുള്ള അറിവാണ്. എത്രമാത്രം കടലാസുകളിലെ വിദ്യാഭ്യാസം വന്നു, അതുപോലെ എത്രമാത്രം പഠിച്ചു എന്നതല്ല, നമ്മൾ എന്തറിഞ്ഞു എന്നത്, എന്ത് മനസ്സിലാക്കി എന്നത്. ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തു മനസ്സിലാക്കി എന്നത്, അത് ജീവിതത്തിൽ എങ്ങനെ ഉൾക്കൊണ്ടു എന്നത്, അത് ആത്മജ്ഞാനം ആണോ എന്നത്, അതായത് ആ തിരിച്ചറിവ് എന്നത് അത് വ്യാഴമാണ്, ജ്ഞാനമാണ്. ഈ ജ്ഞാനം ഇല്ലാതിരിക്കുമ്പോഴാണ് പല അബദ്ധങ്ങളും പറ്റിപ്പോകുന്നത്. അപ്പോൾ ജാതകത്തിൽ ബുധൻ്റെ കൂടെ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴും ആ ബുദ്ധി ശരിയായി പ്രവർത്തിക്കില്ല. അത്തരം ജാതകങ്ങളിലും പരിഹാരം ആവശ്യമാണ്. ബുദ്ധി ശരിയായി പ്രവർത്തിച്ചാൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അത് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഭാവിയിലേക്ക് എടുത്ത തീരുമാനങ്ങൾ ഉപകാരപ്രദമാവുകയുള്ളൂ. ഉദാഹരണത്തിന് 3ാം ഭാവത്തിൽ പ്രത്യേകിച്ച് ബുധനും കേതു ഇരിക്കുമ്പോൾ
അല്ലാതെയും ജാതകത്തിൽ ബുധൻ്റെയും കേതുവിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്നതും, അതുപോലെ 3-ാം ഭാവത്തിൽ കേതു വന്നിരിക്കുമ്പോഴൊക്കെ ആ സംസാരത്തിലൊരു ഫ്ലുവൻസി ഇല്ലാതെ വരും. ഇങ്ങനെ കട്ടായിട്ട് പറയും, ചിലപ്പോൾ വിക്കിപ്പോയി എന്നും വരും. അതിനൊക്കെ ചെറുതായിട്ട് നമുക്ക് പരിഹാരങ്ങൾ കൊണ്ട് കുറേയൊക്കെ മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. അത് മറ്റുള്ളവർ ചിലപ്പോൾ കുറവുകളായിട്ട് കണ്ടേക്കാം. അതൊന്നും നമുക്കൊരു കുറവേ അല്ല എന്നത്. എൻ്റെ സംസാരത്തിൻ്റെ പ്രശ്നമോ, എനിക്ക് സ്പീഡിൽ പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമോ, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കളിയാക്കുന്നുണ്ട് എന്നതോ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതിന് നല്ലൊരു ശനി വേണം ജാതകത്തിൽ. ആ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കാൻ നല്ലൊരു ചൊവ്വ വേണം. അപ്പോൾ അതാണ് നമ്മളാക്കുന്നത്. അപ്പോൾ ഒരു ഗ്രഹം ഒറ്റയ്ക്കല്ല ഒരു ജാതകത്തിൽ പ്രവർത്തിക്കുന്നത്, എല്ലാവരും കൂടിയിട്ടാണ്. ഇപ്പോൾ ശനിയുടെ രാശികളിലാണ് ബുധൻ ഇരിക്കുന്നതെങ്കിൽ വളരെയധികം സമയമെടുത്ത് ചിന്തിച്ചിട്ടായിരിക്കും ഒരു മറുപടിയൊക്കെ പറയുന്നത്. വളരെയധികം ചിന്തിക്കും. സംസാരിക്കുമ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ആ സംസാരം കേൾക്കുമ്പോൾ അറിയാം, ഇങ്ങനെ പതുക്കെ വരികയാണത് വായിലേക്ക്. ആ ചിന്തകളിലുണ്ടത്ര, ചിന്തകളിൽ അങ്ങനെ രൂപപ്പെടുകയാണ്. ചിലരുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ചിന്തിച്ചിട്ടാണ് ആ ഉത്തരം വരുന്നത്. അപ്പോൾ 3-ാം ഭാവത്തിൽ ഈ ഗ്രഹമുണ്ടെന്നത്. 3-ാം ഭാവത്തിൽ കുറച്ച് പരുക്കന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ വരുമ്പോഴാണ് ആ ശബ്ദത്തിന് ബേസൊക്കെ വരുന്നത്, ഒരു ഗാംഭീര്യമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ 3-ാം ഭാവം എന്നത് ഇവർ സത്യമാണോ പറയുന്നത്, കളവാണോ പറയുന്നത്, എത്രമാത്രം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കുമ്പോൾ. കുട്ടികളുടെ ജാതകത്തിൽ പ്രധാനമായിട്ട് കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ, എത്രമാത്രം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കാര്യത്തെ. അതായത് ഒരു കാര്യം, സ്കൂളിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടാകും, അത് എത്രമാത്രം മുഴുവനായിട്ടും സത്യം ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ ആ സത്യത്തിൽ കുറച്ചൊക്കെ ഇവരുടെ വക എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് പറയുന്നുണ്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് വലിയ കുട്ടികളെ പറ്റിയാണ്. അതായത് സ്കൂളിൽ ഇന്നത് നടന്നു എന്നത്, അല്ലെങ്കിൽ കോളേജിൽ ഇന്നത് നടന്നു എന്നത് യഥാർത്ഥത്തിൽ നടന്ന കാര്യം തന്നെയാണോ പറയുന്നത്, അതിൽ കുറച്ച് ഇദ്ദേഹം ചേർക്കുന്നുണ്ടോ, അതായത് നമ്മുടെ ഭാഗം ശരിയാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്നതൊക്കെ നമുക്ക് പലപ്പോഴും 3-ാം ഭാവം പരിശോധിച്ചാലാണ് മനസ്സിലാവുന്നത്. ലഗ്നത്തിൽ എത്ര ബലമുണ്ട്, ചന്ദ്രൻ എത്ര ബലമുണ്ട് എന്നതും ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും, 3-ാം ഭാവത്തിലേക്കൊക്കെ ഉള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും, പിന്നെ ലഗ്നത്തിലെ വ്യാഴം എന്നത് വലിയ പ്രൊട്ടക്ഷനാണ്. കുറേയൊക്കെ സെൽഫ് ഗൈഡഡ് ആയിട്ടിരിക്കും. മാത്രമല്ല ഒരു നല്ല ഉപദേശങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും, ഡിവൈൻ ഗൈഡൻസ്, പ്രൊട്ടക്ഷനൊക്കെ വന്നു ചേരും. അപ്പോൾ ഇതാണ് ഒരു വിദ്യാഭ്യാസ കാര്യത്തെപ്പറ്റി കുറച്ചൊക്കെ അറിവുകൾ. വളരെ വലിയ ഒരു ശാസ്ത്രമാണ്, എന്നാലും കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.